ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ഡിലേയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് തിരക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നത് i20 സ്പോർട്സ് എന്ന് പറയുന്ന വേരിയൻറ്റുമായിട്ടാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 9,15,000 മുതൽ ഒരു 9,60,000 ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കൃത്യമായിട്ടുള്ള റേറ്റ് ഞാൻ അവസാനം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറയാം. ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ ലേശം ക്ലിയറിനൊരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പം നമുക്ക് വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. വൈപ്പർ നോസിൽ ഉള്ളിലത്തെ ഒതുക്കി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അത്യാവശ്യം വലിപ്പമുള്ള ബോണറ്റാണ്, ക്യാരറ്റ് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ ഹ്യൂണ്ടൈൻ്റെ വലിയ ലോഗോ കാണാം. പിന്നെ നമുക്ക് ഹെഡ് ലാംപ്സ് ഇപ്പോൾ ക്ലിയർ ആണോയെന്നറിയില്ല, ഹാലജനാണ് വരുന്നത്. ഹാലജൻ ടൈപ്പ് ഇൻഡിക്കേറ്ററുമായാലും ഹെഡ് ലാംപ്സ് ആയാലും ഹൈ ബീമും ലോ ബീമും ഒക്കെ വരുന്നത് ഹാലജനാണ്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ബ്ലാക്ക് കളർ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഗ്രില്ല് കാണാം. അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ബ്ലാക്ക് പോർഷനും ഉണ്ട്. അതിൻ്റെ അടിയിൽ ഒരു സിൽവർ ടൈപ്പ് ഒരു സ്കേർട്ട് ടൈപ്പ് ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഒരു ഡിസൈൻ ഇങ്ങനെ ഉണ്ടോ, സൂം ചെയ്തുണ്ടോ, ഇത് ക്ലിയർ ഞാൻ താത്താകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, അത് ഇങ്ങനെ ഒരു കയറ്റം പോലെ രണ്ട് സൈഡിലും DRL LED DRL വർക്ക് ചെയ്യും. പ്രോഗ്രാമിന് പകരമല്ല, ഒരു DRL എന്നല്ലേ പറയാം, അതായിട്ട് വർക്ക് ചെയ്യും. യെസ്, അത്രയ്ക്കാണ് മുമ്പിൽ വരുന്നത്. പാർക്കിംഗ് സെൻസറൊന്നും വരുന്നില്ല. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ കേസ് വരുമ്പോൾ കണ്ടോ, ഹാലജനാണ് പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ നോർമൽ ഹാലജൻ ടൈപ്പ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാർക്ക്, കണ്ടോ, അത്രേ ഉള്ളൂ. നോർമൽ ടൈപ്പാണ് വരുന്നത്, കണ്ടില്ലേ. ഇതാണ് നമുക്ക് സൈഡ് വരുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ ഫെൻഡറലൊന്നല്ല ഇൻഡിക്കേറ്ററൊക്കെ മിററിൽ തന്നെയാണ്. മിറർ ബോഡി കളറാണ്, ഡോർ ഹാൻഡിൽസും ബോഡി കളറാണ്. അതിൻ്റെ താഴെ ഒരു ക്രോം ഫിനിഷ് ബീഡിങ് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമായ സൈഡ് ഗ്ലാസ് ആണ്, ക്വാർട്ടർ ഗ്ലാസും വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പം നമുക്ക് അലോയ് വീലാന്ന് തോന്നും, പക്ഷെ ഇത് അലോയ് വീലല്ല, ഇത് സ്റ്റൈൽഡ് വീൽ എന്ന് പറയും. അതായത് ഇപ്പം വീല് ഒരു മീൻസ് നമ്മളെ ഒരു ഡ്രമ്മിന് പകരം ഒരു സ്റ്റൈൽഡ് വീൽ, അതായത് ആ ഒരു വീൽ കപ്പാന്ന് വേണേൽ പറയാം. പോലെ അങ്ങനെയാണ് കമ്പനി സ്റ്റൈൽഡ് വീൽ എന്ന് പറയും. അലോയ് പോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ 15 ഇഞ്ചാണ് സൈസ്. ഞാൻ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യും ഗൈസ്, അവസാനം എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. എൻ്റെ അറിവനുസരിച്ച് 15 ഇഞ്ചാണ് ടയർ സൈസ്. ഇപ്പോൾ സൈഡിൽ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡാണ് ഫ്യൂൽ ടാങ്ക് തുറക്കുന്നത്, ഫ്യൂൽ അടിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഷാർഫിൻ ആൻഡിന് കാണാൻ മേല. പിന്നെ അത് അത്യാവശ്യം വലിപ്പേറിയ ഗ്ലാസ് ഏരിയ ആണ്. വൈപ്പർ വരുന്നില്ല, പക്ഷേ ഡീഫോഗർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഹ്യൂണ്ടൈൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ അതിൻ്റെ ഇടയിലൊരു ഒരു അല്ല ഒരു V ഒക്കെ തിരിച്ചിടുന്ന ഒരു മലമാതിരിയുള്ളൊരു ഡിസൈനിൽ നമുക്ക് ക്രോം ഫിനിഷ് ഇങ്ങനെ പോകണം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മല പോലെ. പിന്നെ നോർമൽ ഹാലജനാണ് ഹെഡ് ലാംപ്സ്. ബ്രേക്ക് ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും റിവേഴ്സ് ലൈറ്റ് ഒക്കെ ആയാലും ഹാലജനാണ്. പിന്നെ അത് സ്പോർട്സ് വേരിയൻ്റ് ആയതുകൊണ്ട് സ്പോർട്സ് വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ i20 എന്നുള്ള ബാഡ്ജിങ്. പിന്നെ നോർമൽ ബൂട്ട് ഓപ്പണിംഗ് ആണ്. സെൻസർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കീ വരുമ്പോൾ നോർമൽ ഒരു കീ ആണ്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്. അതിൻ്റെ അടിയിൽ നേരത്തെ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു സൈഡിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പക്ഷെ ഫ്രണ്ട് കണ്ട പോലെ ഒരു സിൽവർ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, സ്കേർട്ട് മാതിരി ഉണ്ടാവും. ബൂട്ട് സ്പേസ് കാണിച്ചാൽ ഇത് ബൂട്ടിൻ്റെ ഒരു ലുക്കാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് പറയാം, അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് ആട്ടോ ബാക്കിൽ സീറ്റിൽ വരുന്നത്. ഉള്ളിലോട്ട് വരുമ്പോൾ ഏകദേശം ഇത്ര ഒരു വീതിയും ഇതൊക്കെ ഉണ്ടാവും. ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബൂട്ടിൽ. ഇതാണ് ഈ ബാക്ക് ഡോറിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. പവർ വിൻഡോ വരുന്നുണ്ട്, ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതിൻ്റെ അടിയിൽ ചെറിയൊരു ഫയൽ പോക്കറ്റ് അല്ല, ഒരു ചെറിയ രീതിക്കുള്ള ഒരു പോക്കറ്റും വരുന്നുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് ആണ്. നമ്മുടെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ സീറ്റ് എഞ്ചിന് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ്. അത്യാവശ്യം തൈ സപ്പോർട്ടും പിന്നെ ലെഗ് ബ്രൂം ഹെഡ് റൂമൊക്കെ കിട്ടുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റാണ്. ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വൈറ്റ് ഇല്ലെങ്കിലും ഒരു വൈറ്റ് ആണ്.
നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഫോൺ വെക്കാനുള്ള ഹോൾഡറും പിന്നെ അതിൻ്റെ അടിയിൽ USB സ്ലോട്ടും വരുന്നുണ്ട്. ഇതാണ്ടോ ഈ ഒരു ബ്ലാക്ക് പോർഷനിൽ USB സ്ലോട്ടും AC വെൻ്റ് ഫോൺ വെക്കാനുള്ള ഒരു സ്ഥലവും വരുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ അറിഞ്ഞൂടാ. മുമ്പത്തെ ഡോറിൽ വരുമ്പം നമുക്ക് നോർമൽ ഫ്ലിപ്പ് കീ ആണ് വരുന്നത്. ബൂട്ട് അൺലോക്ക് ചെയ്യാനും പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് അത് വരുന്നൊരു ഫങ്ഷനായിട്ടുള്ള ഫ്ലിപ്പ് കീ ആണ് വരുന്നത്, നോർമൽ ടൈപ്പ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ മിറർ ലോക്ക്, പവർ വിൻഡോ ലോക്ക് വരുന്നുണ്ട്. നോർമൽ ലോക്ക് ആൻഡ് അൺലോക്ക് വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ പറയല്ലോ ഫുള്ളൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഡാഷ്ബോർഡും നമുക്ക് ചെറുതായിട്ട് കാണാം, സീറ്റ് കവറും കാണാം ഗൈസ്. കണ്ടോ ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഗൈസ്. നേരെ നടുക്കോട്ടൊന്നും നോക്കാണ്ട് സ്റ്റീറിങ്ങിൻ്റെ വലത് സൈഡിലെ AC വെൻറ്റിലേക്ക് പോവാം. അത്യാവശ്യം നീറ്റായിട്ടുള്ള AC വെൻ്റാണ്. അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞ ഫുൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു തീമാണ്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു ഇതുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ AC ഇവിടെ കണ്ടോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ക്ലിയർ അല്ല, ഞാൻ അങ്ങനെ ആക്കാം. നമ്മൾ കണ്ടല്ലോ അവിടെ നമുക്ക് വരുന്ന ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതിൽ തന്നെ ട്രാക്ഷൻ കൺട്രോളുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ആണ്. പിന്നെ നമുക്ക് സീറ്റ് കണ്ടല്ലോ ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട തീമിലാണ്, നേരത്തെ കണ്ട തന്നെ. സ്റ്റിയറിങ് ഞാൻ ഇവിടെ നിന്ന് തന്നെ പറയാം. നമുക്ക് ഒന്നാമത്തത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളും പിന്നെ വലത് സൈഡിലായിട്ട് ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഡിജിറ്റലായിട്ടുള്ള സ്പീഡോമീറ്ററും RPM മീറ്ററാണ് വരുന്നത്, ഫുള്ളി ഡിജിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾസുമാണ് സ്റ്റിയറിങ്ങിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിന് തന്നെ സെൻട്രൽ കൺസോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഹാൻഡ് ബ്രസ്റ്റ് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ബോട്ടിൽ ഹോൾഡർ കാണാം. അതിൻ്റെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയറാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓട്ടോ ലാംസോ ഓട്ടോ വൈപ്പറോ അതിലേതോ ഒന്ന് വരുന്നുണ്ട് ഗൈസ്, ഞാൻ അവസാനം പറയാം. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ടച്ചിലല്ല, ടച്ചും ഉണ്ട്, ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ ടച്ചിലാണ്. ബാക്കിയെല്ലാം അവിടെ സ്വിച്ച് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്, എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇത് കണ്ടോ ഫുള്ളി ഡിജിറ്റലാണ്. RPM മീറ്ററായാലും സ്പീഡോമീറ്ററായാലും എല്ലാം ഡിജിറ്റലാണ്. ഇതാണ് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ലുക്ക്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് അസാർ ലൈറ്റും അതിൽ തന്നെ AC വെൻറ്റും വരുന്നുണ്ട്. ഇത് ആംബ്രസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. ഹാൻഡ് ബ്രേക്ക്, ബോട്ടിൽ ഹോൾഡർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുൾ ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ്. ഗൈസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതിൻ്റെ അടിയിൽ അസാർ ലൈറ്റ്, AC വെൻറ്റ്, ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അതിൻ്റെ താഴെ നമുക്ക് സ്പേസ് കാണാം. ഈ സ്പേസിൽ ഫോൺ വെക്കാനുള്ള സ്ഥലം, USB ക്ലിയർ ആണോ എന്നറിയില്ല, USBയും പിന്നെ നോർമൽ. ഇത് ഫസ്റ്റ് കാണുന്നത് ഇത് ഫസ്റ്റ് കാണുന്ന USB, സെക്കൻഡ് കാണുന്നത് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അത് ഓപ്പൺ ആക്കിയാൽ മതി. അല്ല സോറി ഫസ്റ്റ് കാണുന്ന C പോർട്ട്, അതിനുശേഷം 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതിനുശേഷം USB കണക്ട് ഫുൾ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു സൈഡിലോട്ട് വരുമ്പോൾ ഇനി ഗ്ലോ ബോക്സ് കാണാം. കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. പക്ഷേ ഇതൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ മേലെ വിട്ടുപോയി. മേലെ നോർമൽ ടൈപ്പ് IR വ്യൂംസ് ആണ്, അതായത് ബാക്കോട്ട് നോക്കുന്ന മാനുവലി ഡിമ്മിങ് ആൻഡ് ഡിമ്മല്ലല്ലോ അതിനെന്താ പറയുക, അഡ്ജസ്റ്റ് വരുന്ന ടൈപ്പ് IR വ്യൂംസ്, അത് ബാക്കോട്ട് നോക്കുന്ന മിറർ. പിന്നെ കോട്ടറയോർ സൈഡിലെ സൺവേസർ, അതായത് നമ്മൾ വെയിലടിക്കാണ്ടൊക്കെയുള്ള സൺവേസർ മേലെ കൊടുത്തത് നോർമൽ ടൈപ്പ് ഒരു മിറർ മാത്രമാണ് വരുന്നത്, കവർ ചെയ്തൊന്നുമല്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു മിറർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ സൺവൈസറിൽ വന്നിട്ട് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. പിന്നെ സെൻട്രലിലേക്ക് വരുമ്പോൾ 2 ലൈറ്റ് വരുന്നുണ്ട്. അതിന് തന്നെ പല വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അതായത് ഇപ്പം ഡോർ തുറക്കുമ്പോൾ കത്താൻ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ നടുക്കിൽ സ്വിച്ച് ഇടാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ സ്വിച്ചിട്ട് ആക്കാം, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് അതായത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് വർദ്ധിക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പാണ് മേലെയൊക്കെ വരുന്നത്, വേറെ ഒന്നുമില്ല. ശാല തന്നെയാണ് ആ മേലെ വരുന്ന ലൈറ്റ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 9,10,000 മുതൽ 9,60,000 20,000 റേഞ്ചിലാണ് ഏകദേശം വരുന്നത്. ഇതിന് CNG ഉണ്ടാവില്ല, സ്പോർട്സ് വേരിയൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എൻജിൻ ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാം. 1197 ക്യൂബിക് സെന്റിമീറ്റർ 1.2 LK പെട്രോൾ, പവർ 82 bhp അറ്റ് മിനിറ്റിൽ 6
അല്ല ചെറിയൊരു പ്രശ്നം വന്നു, കാരണം അതിൻ്റെ അത് കുറച്ച് ഡീറ്റെയിൽസ് കുറവായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ഇത് കറക്റ്റ് ഡീറ്റെയിൽസ് ആണ്. എഞ്ചിൻ സി സി 1297 ക്യൂബിക് സെന്റിമീറ്റർ 1.2 എൽ കാപ്പ പെട്രോൾ. എഞ്ചിൻ പവർ 82 bhp at മിനിറ്റിൽ 6000 റെവല്യൂഷൻ മാനുവൽ, 87 bhp at മിനിറ്റിൽ 6000 റെവല്യൂഷൻ IVT ഓട്ടോമാറ്റിക്. എഞ്ചിൻ ടോർക്ക് 107 ന്യൂട്ടൺ മീറ്റർ അറ്റ് മിനിറ്റിൽ 4200 റെവല്യൂഷൻ. ടയർ പ്രഷർ ESI 3.35 psi. ബോഡി ലെങ്ത് 3995 മില്ലിമീറ്റർ. ഉയരം ഹൈറ്റ് 1505 മില്ലിമീറ്റർ. ഭാരം കർവ് വെയിറ്റ് ഏകദേശം 1066 കിലോഗ്രാം. ഗ്രൗണ്ട് ക്ലിയറൻസ് 170 മില്ലിമീറ്റർ. ബൂട്ട് സ്പേസ് 311 ലിറ്റർ. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റർ. ടയർ സൈസ് 95/55 R16 ഇഞ്ച്. ഗൈസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ ശരി ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. എല്ലാവരും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.